ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ സീരീസിൽ 2 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നിങ്ങളോടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കൺക്ലൂഡ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു: സമ്മേഷൻ n = 0 to infinity 1/3 plus I whole power n into z raised to 3n ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാനും, അതേപോലെ മറ്റൊരു സീരീസ് സമ്മേഷൻ n = 0 to infinity n+1/n factorial z raised to n³ ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാനായിരുന്നു 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചത്. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു പവർ സീരീസ് എഴുതുമ്പോൾ അബൌട്ട് ദി പോയിന്റ് എ ആണെങ്കിൽ അതിനെ നമ്മൾ സമ്മേഷൻ n = 0 to infinity an z - a പവർ n എന്നുള്ള രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. ഇവിടെ നോക്കി an ആയിട്ട് നമുക്ക് 1/3 plus I whole power n എടുക്കാം. z - a എന്നുള്ള പോയിന്റ് ആയിട്ട് 0 ആക്കാം. Therefore, this can be written as a power series about the point 0. That means power series about the origin. ഇനി z - a raised to n ന് പകരം ഇവിടെ ഉള്ളത് z - a z, that means z - 0. z raised to n ന് പകരം z raised to 3n ആണ്. അതായത് ഇവിടെ ഉള്ള വേരിയബിൾ n അല്ല. അപ്പൊ നമുക്ക് സാധാരണ യൂഷ്വലി ഉള്ള ഒരു പവർ സീരീസിന്റെ ഫോർമാറ്റിലല്ല നമുക്ക് തന്ന ഗിവൺ സീരീസ്. അതായത് നമുക്ക് തന്ന ഗിവൺ സീരീസ് നമ്മൾ പവർ സീരീസ് എന്ന് പഠിച്ച എ പവർ സീരീസ് ഈസ് എ സീരീസ് ഓഫ് ദി ഫോം സമ്മേഷൻ n = 0 to infinity an z - a raised to n എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പഠിച്ചത്. അബൌട്ട് ദി പോയിന്റ് എ ആണെങ്കിൽ a 0 ആകുമ്പോൾ ഓക്കെ z - a raised to n ന് പകരം z raised to n പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ തന്ന സീരീസ് നമുക്ക് നോൺ ആയിട്ടുള്ള പവർ സീരീസിന്റെ ഫോർമാറ്റിലല്ല. അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇയാളെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. ഈ z raised to 3n എന്നുള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാം? z raised to 3n എന്ന് പറഞ്ഞാല് z³ ഹോൾ പവർ n ന് ഈക്വൽ ആണ്. z³ ഹോൾ പവർ n is equal to z raised to 3n എന്ന് എഴുതാം. അപ്പൊ z³ ഞാൻ സം w എന്ന് വിളിച്ചാൽ w raised to n, വേർ w ഈക്വൽ ടു എന്ത് എന്ന് പറഞ്ഞാൽ മതി? z³ എന്ന് പറഞ്ഞാൽ മതി. ഇഫ് w ഈക്വൽ ടു z³ ഈക്വൽ ടു w, then z raised to 3n equal to z³ whole power n, which is equal to w power n ആയിട്ട് മാറും. അപ്പൊ ഈ ഗിവൺ സീരീസ് ആരായിട്ട് മാറും? സമ്മേഷൻ n = 0 to infinity 1/3 plus I whole power n z raised to 3n ന് പകരം z raised to 3n ആരായിട്ട് മാറി? z raised to 3n is equal to w power n. Therefore, this is a power series of the form summation n = 0 to infinity an z - a power n. an ആയിട്ട് ആരെടുക്കാം? 1/3 plus I whole power n എടുക്കാം. z എന്നുള്ള വേരിയബിളിന് പകരം നമ്മൾ ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, w a എന്നുള്ള പോയിന്റ് ആയിട്ട് 0 എടുക്കാം. അപ്പൊ ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടിയാൽ r is equal to some റേഡിയസ് ഓഫ് കൺവേർജൻസ്, ലെറ്റ് ഇറ്റ് ബി റേഡിയസ് ഓഫ് കൺവേർജൻസ് is equal to some r ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് w ലെസ് ദാൻ r ആവുന്ന റീജിയനിൽ മൊത്തം അയാൾ എന്ത് ചെയ്തു? കൺവേർജ് ചെയ്യും. ഇനി w ആരാ? മോഡുലസ് ഓഫ് z³ വരും. ലെസ് ദാൻ r എന്ന് എഴുതാം. മോഡുലസ് ഓഫ് z³ നമുക്ക് മോഡ് z³ ലെസ് ദാൻ r എന്ന് എഴുതാം. രണ്ട് സൈഡിലും 1/3 റൂട്ട് എടുത്താൽ എന്ത് വരും? മോഡ് z ലെസ് ദാൻ r പവർ 1/3 വരും. അപ്പൊ റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഒരു റിലേഷൻ ആണ് ഞാനിപ്പോ ഇവിടെ ഒരു എക്സ്പ്രസ് ചെയ്തത്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ആ റിലേഷൻ ഒന്നും കൂടി പറഞ്ഞു തരാം. എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് കിട്ടി? ഗിവൺ പവർ സീരീസിനെ നമ്മൾ എന്താക്കി മാറ്റി? സമ്മേഷൻ n = 0 to infinity 1/3 plus I power n into w power n, where w equal to z³ എന്ന് എഴുതി. അപ്പൊ ദിസ് ഈസ് എ പവർ സീരീസ്. ഇയാളെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/r is equal to limit n tending to infinity modulus of an by an plus 1 വരും, which is equal to limit n tending to infinity modulus of an ആരാ? modulus of an plus 1 by an plus 1 ആര് വരും? 1/3 plus I whole power n plus 1 വരും. 1 എന്ന് പറഞ്ഞാണ്ട് an വരും. മുകൾക്ക് എത്തുമ്പോൾ ആരായിട്ട് മാറും? 3 plus I whole power n വരും. അതിന്റെ മോഡുലസ് which is equal to limit n tending to infinity. ആരെ ക്യാൻസൽ ചെയ്യാം?
1/3 plus I whole power n ക്യാൻസൽ ചെയ്യാം, which is equal to 1/3 plus I വരും. 1/3 plus I whole power n എന്നുള്ളത് രണ്ട് സൈഡിലും മുകളിലും താഴെയും ക്യാൻസൽ ചെയ്തു. 1/3 plus I വരും, which is equal to limit n tending to infinity 1/3 plus I എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/3 plus I 3 minus I താഴെ മൾട്ടിപ്ലൈ ചെയ്തു, 3 minus I മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? 3 minus I മുകളിൽ വരും, താഴെ ആരായിട്ട് വരും? 3 plus I 3 minus I a square plus b square വരും, a square 10 വരും. അപ്പൊ 3/10 മൈനസ് I/10 വരും. ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. റൂട്ട് ഓഫ് എ സ്ക്വയർ വരുമ്പോ റൂട്ട് ഓഫ് എ സ്ക്വയർ 9 സ്ക്വയർ ബൈ 10 സ്ക്വയർ 9/100 വരും, പ്ലസ് ബി സ്ക്വയർ 1/100 വരും, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10/9 പ്ലസ് 1 10/100 വരും. 100 ക്യാൻസൽ ചെയ്താൽ റൂട്ട് ഓഫ് 1/10 വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എന്നിന്റെ വേരിയേഷൻ അവിടെ ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു 1/√10 ഇതാ. Therefore, the radius of convergence of the series summation n equal to 0 to infinity 1/3 plus I whole power n w power n is 1/r is equal to നമുക്ക് കിട്ടിയത് 1/√10 will implies r is equal to √10. അതായത് ഈ സീരീസിന്റെ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് √10. ഇതിന്റെ അർത്ഥം എന്താ? വിച്ച് വിൽ ഇംപ്ലൈസ് ദ സീരീസ് ഈസ് കൺവേർജന്റ് ഫോർ all w such that modulus of w less than √10 will implies w ആരാ? z cube will implies modulus of z cube less than √10, which will implies modulus of z cube in a mod z whole cube less than √10 ഇതാ. will implies രണ്ട് സൈഡിലും 1/3 റൂട്ട് എടുത്താൽ 10 power 1/2 വരും, ഒരു 1/3 വരും, 1/2 into 1/3 10 power 1/6 ആയിട്ട് മാറും. Therefore, this power series is convergent for every mod z less than 10 raised to 1/6. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിട്ടി. w പവർ n എന്നുള്ളൊരു രൂപത്തിലേക്ക് നമ്മൾ ഇയാളെ മാറ്റി. അതായത് ഇവിടെ സം k ആണെന്ന് കരുതാം. ഇവിടെ kക്ക് പകരം നമുക്ക് 3 ആണ്, 3ക്ക് പകരം ജനറലി ഒരു k ആണെന്ന് കരുതാം. ഇവിടെ n-ന് ഇയാളാണ്, ഇതിന് പകരം ഒരു ജനറലി an ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ z⁻3n എടുക്കുമ്പോ റേഡിയസ് ഓഫ് കൺവേർജൻസിൽ എന്ത് മാറ്റാ വന്നത്? 1/3 റൂട്ട് എടുത്ത്. അപ്പൊ കിട്ടിയ ആൾക്ക് എന്ത് കിട്ടേണ്ടി വരും? 1/kth റൂട്ട് എടുക്കേണ്ടി വരും. അതായത് ഇവിടെ r ഈക്വൽ ടു നമുക്ക് √10 കിട്ടി. ഈ ക്വാണ്ടിറ്റി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഈ r കിട്ടി. ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മൾ എന്തെടുത്തു? ഈ r-ന്റെ 1/3 റൂട്ട്, അതായത് √10നെ 1/3 റൂട്ട് വീണ്ടും എടുക്കുമ്പോൾ 10 power 1/6 ആയിട്ട് മാറും. അപ്പൊ നമ്മളൊരു റിസൾട്ട് ഇതിന്റെ കൂടെ പറയാണ്. അതിന്റെ പ്രൂഫ് ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു. നമുക്ക് ആൻസർ കിട്ടുന്നത് 10 power 1/6 ആണ്. റിസൾട്ട് ഇതാണ്. സമ്മേഷൻ n ഈക്വൽ ടു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, വീണ്ടും സോറി പറയുന്നു. സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity an z മൈനസ് a പവർ n എന്നുള്ളതാണ് നമ്മുടെ ഗിവൺ പവർ സീരീസ് എന്ന് കരുതാം. അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r ആണ്. ഗിവൺ അല്ലെങ്കിൽ നോൺ, ഗിവൺ ആണ് അല്ലെങ്കിൽ നോൺ ആണ് എന്ന് എഴുതി. സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity an z മൈനസ് a പവർ n-ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗിവൺ ആണ് r. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity an z മൈനസ് a ഹോൾ പവർ kn-ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r പവർ 1/k ആയിരിക്കും. ഈ എക്സാമ്പിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. z⁻3n എന്നുള്ളതാണ് ഇവിടെ kക്ക് പകരം വന്നത്. അവിടെ r ആയിട്ട് കിട്ടിയത് √10 ആയിരുന്നു. √10 കിട്ടി. √10നെ ഹോൾ പവർ 1/3 ചെയ്തു. അപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? 10 power 1/6 കിട്ടിയത്.
അപ്പൊ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z മൈനസ് a പവർ k n ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r പവർ 1/k ആയിരിക്കും. അതേപോലെ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n പവർ k z മൈനസ് a ഹോൾ പവർ n ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r പവർ k ആയിരിക്കും. റിസൾട്ട് പറഞ്ഞത് തന്നൊരു പവർ സീരീസ് ഉണ്ട്, റേഡിയസ് ഓഫ് കൺവേർജൻസ് നോൺ ആയിട്ടുള്ള ഒരാള്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z മൈനസ് a ഹോൾ പവർ k n ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r പവർ 1/k ആയിരിക്കും. z മൈനസ് a ഹോൾ പവർ n ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r പവർ k ആയിരിക്കും. ഇതാണ് റിസൾട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ r ഈസ് 10 പവർ 1/6. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യനും സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z മൈനസ് a പവർ n എന്നുള്ള രൂപത്തിലല്ല, n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ z റേസ് ടു n ക്യൂബ് എന്നാണ്. അതായത് ഈ ഗിവൺ സീരീസ് എന്തിന്റെ ഫോർമാറ്റിലല്ല, പവർ സീരീസിന്റെ ഫോർമാറ്റിലല്ല. പവർ സീരീസിന്റെ ഫോർമാറ്റിലാണെങ്കിലാണ് നമ്മൾ അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇയാള് പവർ സീരീസിന്റെ ഫോർമാറ്റിലല്ല. നമുക്കൊരു റിയൽ പോസിറ്റീവ് ടേം സീക്വൻസ് ഉണ്ട്, സീരീസ് ഉണ്ട് എന്ന് എഴുതാം. സമ്മേഷൻ a n എന്നുള്ളത് പോസിറ്റീവ് ടേം സീക്വൻസ് ആണെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ടേം സീരീസ്. ലെറ്റ് സമ്മേഷൻ a n ബി എ പോസിറ്റീവ് ടേം സീരീസ്. ആ പോസിറ്റീവ് ടേം സീരീസിന്റെ സമ്മ് കാണാൻ അല്ലെങ്കിൽ അതിന്റെ കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, ഡിയാലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ് എന്നാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റിനെ വിളിക്കാറ്. ലോഗരിതമിക് ടെസ്റ്റ്, റാബീസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ പോസിറ്റീവ് ടേംസ് റിയൽ സീരീസിന്റെ കൺവേർജൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാള് നമ്മൾ റിയൽ ടേം സീരീസ് ആക്കി മാറ്റുക. ഇത് സെഡിനെ കോംപ്ലക്സ് ആണ്, സെഡിനെ റിയൽ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, മോഡ് സെഡ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ z റേസ് ടു n ക്യൂബില് ഇയാളെ മൊത്തം ആരാക്കി ട്രീറ്റ് ചെയ്യുക, a n ആക്കി ട്രീറ്റ് ചെയ്യുക. മോഡ്ലസ് ഓഫ് a n n പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ z റേസ് ടു n ക്യൂബിലെ മൊത്തം ടേമിനെ a n ആക്കി ട്രീറ്റ് ചെയ്തു. a n ആക്കി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇയാൾ ആരായിട്ട് മാറും, സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇത് മൊത്തം a n ആവുമ്പോ a n വരും. a n എന്നുള്ളത് പോസിറ്റീവ്, മോഡുലസ് അപ്ലൈ ചെയ്തുകൊണ്ട് അയാൾ പോസിറ്റീവ് ആണ്, റിയലും ആണ്. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n വേർ a n ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് n പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z റേസ് ടു n വരും. അതായത് a n എന്നുള്ള സാധനം എന്താണ്, ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് ആണ്, പോസിറ്റീവ് ടേംസ് റിയൽ സീക്വൻസ് ആണ്. അതുകൊണ്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സീരീസ് എന്താണ്, പോസിറ്റീവ് ടേം സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പോസിറ്റീവ് ടേം സീരീസിന്റെ ഡിയാലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഈ പോസിറ്റീവ് ടേം സീരീസിന്റെ കൺവേർജൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൺവേർജൻസ് എന്താ പറയുന്നത്, r എന്നുള്ള ക്വാണ്ടിറ്റി കാണും. r എന്നുള്ള ക്വാണ്ടിറ്റി ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി, r എന്നുള്ള ക്വാണ്ടിറ്റി അല്ല, ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് a n പ്ലസ് 1 ബൈ a n ന്റെ ലിമിറ്റ് കാണും ഈക്വൽ ടു സം l ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 ഈക്വൽ ടു 1. ഈ മൂന്ന് കേസ് ആകുമ്പോൾ l ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവെർജന്റ് ആയിരിക്കും, l ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജന്റ് ആയിരിക്കും, l ഈക്വൽ ടു 1 ആകുമ്പോൾ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് a n പ്ലസ് 1 ബൈ a n ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് മോഡില്ല, അവിടെ മോഡ് കൊടുക്കുന്നത് പോസിറ്റീവ് ആക്കാനാണ്. നമ്മൾ മോഡ് ഓൾറെഡി കൊടുത്തിരിക്കണം. അപ്പൊ a n പ്ലസ് 1 a n എന്നുള്ളത് നമ്മളത് n പ്ലസ് 1 ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z റേസ് ടു n ക്യൂബ് ആണ്. a n പ്ലസ് 1 ആരായിട്ട് മാറും, n പ്ലസ് 2 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു z റേസ് ടു n പ്ലസ് 1 ഹോൾ ക്യൂബ് വരും. ഇനി a n ഡിവൈഡ് ചെയ്യുന്നുണ്ട്. a n ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ ആര് വരും, n ഫാക്ടോറിയൽ ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ, താഴെ ആര് വരും, z റേസ് ടു n ക്യൂബും n പ്ലസ് 1 ഉള്ളൂ, z റേസ് ടു n ക്യൂബും വരും. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇവിടെ ഉണ്ട്. n പ്ലസ് 1 ഫാക്ടോറിയൽ നിന്ന് n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോയാൽ n ഫാക്ടോറിയലും n പ്ലസ് 1 ഫാക്ടോറിയലും കൂടി ക്യാൻസൽ ചെയ്താൽ ആര് വരും, പുറത്തേക്ക് ഒരു n പ്ലസ് 1 വരും.
അപ്പൊ നമുക്ക് എന്ത് വരും, n+2 ബൈ n+1 ഓൾറെഡി ഒന്ന് ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ഒന്നും കിട്ടും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ n+1 സ്ക്വയർ വരും. z⁻n+1 ഹോൾ ക്യൂബ്, ഇവിടെ ഒരു z⁻n³ ഉണ്ട്, ഇവിടെ z⁻n+1 ഹോൾ ക്യൂബ് ഉണ്ട്. ഇയാളെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. z⁻a ഇൻറ്റു z⁻b എന്നുള്ളത് z⁻a-b ആയിട്ട് വരും. z⁻n+1 ക്യൂബ് മൈനസ് n³ വരും. ഈ ക്വാണ്ടിറ്റി n ഇയാൾ എങ്ങോട്ട് പോണം? ഇയാൾ ഒന്നിക്കലോ ഇൻഫിനിറ്റിയിലേക്ക് പോകും, അല്ലെങ്കിൽ സീറോയിലേക്ക് പോകും. ഇയാള് ലെസ് ദാൻ സീറോയിലേക്ക് പോകല്ലേ എപ്പോഴാ? മോഡ് z ലെസ് ദാൻ 1 ആവുമ്പോ ഈ ക്വാണ്ടിറ്റി എങ്ങോട്ട് പോകും? സീറോയിലേക്ക് പോകും. അപ്പൊ ലിമിറ്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്ത് പോകും. അപ്പൊ ഇയാൾ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ ലിമിറ്റ് l ലെസ് ദാൻ 1 കിട്ടുന്ന കേസ് ഏതാ? l ലെസ് ദാൻ 1 ആവണമെങ്കിൽ എന്താവണം? മോഡ് z ലെസ് ദാൻ 1 ആവണം. അപ്പൊ ഫോർ മോഡ് z ലെസ് ദാൻ 1 limit n tending to infinity modulus of limit n tending to infinity an+1 by an less than 1. Hence the series is convergent by D'Alembert's ratio test. അപ്പൊ ഇതിനെ നമ്മൾ D'Alembert's ratio test ഉപയോഗിക്കാനുള്ള കാരണം ഇത് ഗിവൺ ഫോർമാറ്റിലുള്ള ഒരു പവർ സീരീസ് അല്ല. അപ്പൊ നമ്മൾ ആ പവർ സീരീസിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സെക്ഷനിൽ പവർ സീരീസിന്റെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു 3-4 പ്രപ്പോസിഷൻസിന്റെ പ്രൂഫുകളാണ്. ആ പ്രൂഫുകൾ ഞാൻ ഓരോന്നായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനാലിറ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനായിട്ട് നമുക്ക് കോംപ്ലക്സ് അനാലിസിസിൽ അടുത്ത സെക്ഷനായിട്ട് മൊഡ്യൂളിൽ പറയുന്നത് അനാലിറ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന പ്രൂഫുകൾ നമുക്ക് പ്രൂഫുകളായിട്ട് തന്നെ നമുക്ക് വേറെ പറയാം. നമ്മുടെ സബ്ജക്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ട പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. അല്ലാത്തതൊക്കെ നമുക്ക് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞിട്ട് പ്രൂഫുകൾ നമുക്ക് ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തു പോവാം. ഇതിന്റെ ഒരു പ്രൂഫ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് തരാം. അത്തരത്തിൽ നമുക്ക് വലിയ വലിയ പ്രൂഫുകൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറണ്ട. ആ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ നമുക്ക് പ്രൂഫുകൾ വേറെ ചെയ്തിട്ട് സബ്ജക്റ്റുകൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അനാലിറ്റിസിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള പ്രപ്പോസിഷൻസിന്റെ പ്രൂഫുകളും മറ്റും ഞാൻ ഓരോന്നും വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും. ബാക്കി അനാലിറ്റിസിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.